നോണ പറഞ്ഞ എന്താന്ന് ഇപ്പോൾ പറഞ്ഞില്ല കേട്ടാ. നോണ പറഞ്ഞപ്പോ പേര് നോക്കി നമുക്ക് നോണ പറഞ്ഞ നിങ്ങൾ നോണ പറഞ്ഞു, നിങ്ങൾ വല്ലാണ്ട് നോണ പറയുന്നുണ്ട്. അതെ, നിങ്ങൾ ഇതിന്റെ തൊട്ടു മുകളിലും തൊട്ട് താഴെയും പറയുന്ന വരികൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അതെ, വളരെ ശ്രദ്ധിച്ചിട്ട് അത് ഞാൻ ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിച്ചു. ശ്രദ്ധിക്കണം. ഓക്കെ. വയഹറുമു നളുറു ഔറത്തി ഗൈരിഹി, മറ്റൊരാളുടെ നഗ്നതയിലേക്ക് നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും ഇവർ ഈ വായിക്കുന്ന ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിന്റെ തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട്. നഗ്നതയിലേക്ക് നോക്കരുത്, ഒരുമാതിരി കളിക്കല്ലേ. നഗ്നതയിലേക്ക് നോക്കാൻ അതെ, പാടില്ല. അതിന് നഗ്നതയൊക്കെ നോക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേറെ സ്ഥലത്ത് പറയണ്ട, അടിമപ്പെണ്ണിന്റെ ഉടുപ്പ് ആണിനെ അയക്കാന്ന് പറയുന്നുണ്ട് യജമാനന്. അപ്പൊ നമ്മളെന്താ കാട്ടും? കാരണം ബിലനെ പഠിപ്പിക്കണ ഫത്തുൽ മൊയ്ൻ ഉണ്ടല്ലോ, ഫത്തുൽ മൊയ്ൻ എന്ന കിതാബ്, അവിടെ ഉള്ള എന്താ വെച്ചാൽ ചന്തയിൽ പോയാണ്ട് ഒരു പെണ്ണിനെ വാങ്ങുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യണം എങ്ങനെയാന്നുള്ളത് നമ്മളെ ഇബ്നു ഉമർ പറഞ്ഞു തന്നിട്ടുണ്ടായി. ഞാൻ വേറെ സ്ഥലത്ത് പറയാം. മറ്റേ സാധനം തിങ്ങിയോ നോക്കാൻ, യോനിയിൽ മാംസം തിങ്ങിയോ നോക്കുക, തിരിച്ചു കൊടുക്കാൻ. അതായത് നേരെ അങ്ങാടി പോയിട്ട് പെണ്ണിനെ വാങ്ങിക്കൊണ്ടിരിക. വാങ്ങിക്കൊടുമ്പോൾ മോൾ ഭാഗമൊക്കെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം അവിടെ നിന്ന് ഇൻസ്പെക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് മാടി ഒന്നിച്ചു വെക്കുക. എന്നിട്ട് മാംസം തിങ്ങിയണോ യോനിയിൽ നോക്കുക. എന്നിട്ട് തിങ്ങണമെങ്കിൽ അവിടെ തന്നെ തിരിച്ചു കൊണ്ടു കൊടുക്കുക. അപ്പൊ ഫത്തുൽ മൊയ്നിലുള്ളതാണല്ലോ അത്. അതേപോലെ കക്ഷൊക്കെ ഒന്ന് പിടിച്ച് മണത്ത് നോക്കുക, മണം. യോനിയിൽ മാംസം തിങ്ങിയതിന്റെ പരിശോധന എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്നല്ല. എന്താ പറയുക ചാപ്റ്റർ? ഒരു കച്ചവടം ചെയ്യുമ്പോ ആ സാധനം വാങ്ങിയാൽ അത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന പരിശോധനയാണ്. നമ്മൾ വാങ്ങിയാൽ മൊബൈൽ ഫോൺ വാങ്ങിയത് പോർട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതിപ്പോ നമ്മളിപ്പോ ആമസോണിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടി ഒളിച്ചു നോക്കൂലേ? അപ്പൊ അതേപോലെ നമ്മള് പെട്ടി ഒളിച്ചു നോക്കണാര് ഇവര് മാടി എന്തിച്ച് നോക്കലാണ്. അപ്പൊ ഈ പറഞ്ഞ നഗ്നത എവിടെയാണാവോ? അപ്പം മാംസം തിങ്ങിയെന്നുള്ള യോനിക്ക് നോക്കാമോ? അല്ല, മൂപ്പര് പറയട്ടെ, നമുക്കറിയില്ല, ഉസ്താദ് പറയട്ടെ. ഇനി ഉസ്താദ് ഒന്ന് വിശദീകരിക്കട്ടെ, യജമാനന്റെ മുന്നിൽ അടിമസ്ത്രീന്റെ ഔറത്ത് ഏതൊക്കെയെന്നുള്ള മൂപ്പരൊന്ന് വിശദീകരിക്കട്ടെ. ഈ ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഡെഫിനിഷൻ? ഔറത്ത് എന്ന് പറഞ്ഞാൽ മറക്കപ്പെടേണ്ട സ്ഥലങ്ങള്, നഗ്നത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാങ്കേതികമായി മറ്റൊരാളുടെ മുന്നിൽ മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ, മറ്റൊരാളുടെ മുന്നിലോ അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കുമ്പോഴോ ജനറലി മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ എന്നുള്ളതാണ് സാങ്കേതികമായിട്ട് ചെറിയായ ഭാഷയിൽ ഔറത്ത് എന്ന് പറയുന്നത്. മറക്കപ്പെടാണ്ടടുത്ത് നോക്കാലോ. നോക്കാലോ എന്നുവെച്ചാ പിന്നെ അത് മാത്രല്ല, ഒരു ഉടമ ആവശ്യപ്പെട്ടാൽ എപ്പോഴൊക്കെ ആവശ്യപ്പെട്ടോ അപ്പോഴൊക്കെ ഉടുപ്പുരി റെഡി ആവല് അടിമസ്ത്രീന്റെ ബാധ്യതയാണ്. ഇനിയിപ്പോ അങ്ങനെ അടിമസ്ത്രീ റെഡി ആയിട്ടില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി തന്നെ എൻ്റർ ചെയ്യാന്നുള്ള ഫത്വകൾ ഇസ്ലാമിൽ അവൈലബിൾ ആണ്. കാര്യം എന്താ വെച്ചാൽ അത് ഉടമയുടെ അവകാശമായിട്ടാണ് കാണുന്നത്, അല്ലാതെ സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു ഇതായിട്ടല്ല കാണുന്നത്. ഉടമയുടെ ഹക്ക് ജാഹ് അതിൽപ്പെട്ട സാധനമാണിത്. പിന്നെ നമ്മൾ അതിലെവിടെങ്കിലും പറഞ്ഞോ ഉടമ അല്ലാത്ത ആക്ക് നോക്കാൻ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു? നാട്ടുകാർക്ക് നോക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, ഉടമക്ക് നോക്കിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു തരണം. അതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പറയും? ഉടമക്ക് നോക്കാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താവശ്യത്തിനാണ് അടിമസ്ത്രീ നിസ്കരിക്കുമ്പോൾ മുട്ടുപൊക്കിൾ വരെയുള്ള സ്ഥലം മറച്ചാൽ മതി നിങ്ങൾ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ വിശദീകരിച്ച് തരിക. അപ്പോൾ ഇതിൻ്റെ വിശദീകരണമായിട്ട് ചില ആൾക്കാർ പച്ച നുണ എഴുതി വിടലുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇതേ പോസ്റ്റിൻ്റെ തന്നെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ വായിച്ചുതരാം. സത്യത്തിൽ എന്താണ് അടിമ സ്ത്രീ എന്ന് യുക്തിവാദികൾക്ക് അറിയില്ല. കാരണം അടിമ സ്ത്രീകൾക്ക് യജമാനന്മാർ ഉണ്ടാകും. യജമാനന്മാർ എല്ലാവരും മുസ്ലിങ്ങൾ ആയിരിക്കണമെന്നില്ല. സാഹചര്യങ്ങൾ വ്യത്യസ്തം ആയിരിക്കും. സ്വതന്ത്ര സ്ത്രീകളെ പോലെ അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അവർക്ക് ലഭിച്ച അല്പവസ്ത്രം അതുപോലെ നിലനിർത്തുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവിടെയും ആരാധനയുടെ വിഷയത്തിൽ അവർ സ്വതന്ത്രമാകുന്ന സമയത്തും സ്വതന്ത്ര സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ അടിമ സ്ത്രീകൾ മാത്രമാണോ ഉണ്ടാവുക, അടിമ പുരുഷന്മാരുണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിന്റെ ഔറത്തിന്റെ കൂട്ടത്തിൽ 2 സൗകത്ത് മാത്രം മറച്ചാൽ മതി എന്ന് വെച്ചാൽ മുൻതാരും പിന്തോരും മാത്രം. അപ്പൊ ഒരാൾക്ക് ഒരു അടിമ പുരുഷന് യജമാനൻ ഒരു അണ്ടർവെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. മുസ്ലിം അല്ലാത്ത ഒരു യജമാനൻ അടിമ മുസ്ലിമാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഫിക്കിന്റെ കിതാബ് ഫുള്ളും ഇങ്ങോട്ട് തെരഞ്ഞാണ്ട് അടിമ പുരുഷന് അണ്ടർവെയർ ഇട്ട് സ്കരിച്ചാൽ മതി എന്നുള്ള സാധനം കാണിച്ചേരി. പുരുഷന്റെ കേസിൽ അതാണ്. പുരുഷന്റെ കേസിൽ അടിമക്ക് വ്യത്യാസമൊന്നുമില്ല. അതായത് ഇപ്പൊ ഒരു അടിമ സ്ത്രീനെ മുട്ടോക്കളുടെ ഇടയിലുള്ള ഒരു മുണ്ട് മാത്രം ഉടുക്കാൻ കൊടുക്കുന്ന ഒരു യജമാനൻ തീർച്ചയായിട്ടും അടിമ പുരുഷൻ എന്തേ കൊടുക്കുള്ളൂ? പരമാവധി കൊടുത്താൽ തന്നെ പരമാവധി അണ്ടർവെയറിന്റെ വരെയല്ലേ കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ അതും കൊടുത്തില്ല എന്നും വരും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ സ്കെച്ചാൽ മതി എന്നുള്ള സാധനം കാണിച്ചേരി. ഇനിയിപ്പോൾ അതും പോട്ടെ, മുസ്ലിം ഉടമയുടെ കീഴിലുള്ള അടിമ സ്ത്രീ ആണെങ്കിൽ മുഖം മുൻകൈ ഒഴികെ ബാക്കിയൊക്കെ മറക്കണം എന്നുള്ളൊരു സാധനങ്ങൾ കാണിച്ചേരി.
അതൊക്കെ കാണിച്ചെന്നാലല്ലേ ഈ പറഞ്ഞ സാധനത്തിനുള്ള ജസ്റ്റിഫിക്കേഷൻ ആവുക. അല്ല ഈ ഫിഖൊക്കെ എഴുതി കൊടുക്കണ ആർക്കും എനിക്കറിയില്ല. ഞമ്മക്കറിയില്ല. അപ്പൊ ഈ ജാതി പച്ച നുണകള് ഉളുപ്പില്ലാതെ പറയും. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നുണ പറഞ്ഞാലേ മുസ്ലിം ആവുള്ളൂ എന്ന് മാത്രമല്ല, നുണ പറഞ്ഞാലേ ഈ കാലത്ത് ഇസ്ലാമിനെ മനുഷ്യരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് പൊതുസ്ഥലത്ത് പൊതുസ്ഥലത്ത് നമ്മളങ്ങനെ അതെ എല്ലാ. എന്നാലും ഈ AP മൊയ്ലിയാര് വല്ലാത്ത എന്തിനാ തൂങ്ങിയെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. AP ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തൂങ്ങി, അനന്തരാവകാശം കിട്ടുന്ന കരുതി ഹക്കീമും തൂങ്ങി. ഈ പാവം എന്തിനാ തൂങ്ങിയത്? ഓക്കെ, എന്തിനോ തൂങ്ങിയിട്ടുണ്ട്. അരപ്പായിണ്ട് ഏതായാലും. അപ്പോൾ എന്താ കളവ് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അടുത്ത സെക്ഷനിൽ ചിലപ്പോൾ പറയണ്ടാവും കേട്ടോ. നമ്മൾ അടുത്ത വീഡിയോ കഷ്ണം ഒന്ന് കേട്ടു നോക്കാം.